ഈ ഭൂപതിവ് നിയമവുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വെളിപ്പെടുത്തിയിട്ടുള്ള അവരുടെ നിലപാട് അത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ വ്യാപാരി സമൂഹത്തിൻ്റെ ആശങ്കയ്ക്കൊപ്പം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അവർ നടത്തുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ടാണ് ആ പരിപാടിയെ നമ്മൾ കാണേണ്ടത്. ആ പരിപാടിയെ ഗവൺമെന്റിനെതിരെ അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഈ വിധത്തിൽ അലങ്കോലപ്പെടുത്തുന്ന നടപടി തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. അതിനെതിരായി അതിശക്തമായ നിലപാട് പൊതുസമൂഹം സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. MP എന്നുള്ള നിലയിൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ അവരുടെ ആ പരിപാടി അലമ്പാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൂടെ തടസ്സപ്പെടുത്തുന്ന രീതിയുമായി ഇടതുപക്ഷ നേതാക്കന്മാർ മുൻപോട്ട് പോയാൽ സാധാരണ ജനങ്ങളെ കൂട്ടി പ്രതിരോധിക്കാൻ MP എന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സൂചിപ്പിക്കാനുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ രാജ്ഭവൻ മാർച്ച് നടത്താൻ പോകുന്ന രാജ്ഭവൻ മാർച്ച് അത് ഗവർണറുമായിട്ടുള്ള ഒരു ഒത്തുകളി തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഗവർണർ ഒപ്പുവെക്കാതെ ഇത് വച്ചു നീട്ടിക്കൊണ്ട് പോകണം എന്ന് തന്നെയാണ് CPM നേതൃത്വത്തിന്റെയും ആഗ്രഹം. ഇത് ഒപ്പുവെച്ചാൽ പിന്നെ ചട്ടം നിർമ്മിക്കേണ്ടി വരും. ചട്ടം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫീസ് ഏർപ്പെടുത്തി ജനങ്ങളെ കൊള്ളയടിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ അങ്ങനെ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഗവർണർ ഗവൺമെന്റിനോട് ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങളിലുമുള്ള ക്ലാരിഫിക്കേഷൻ ഇന്ന് വരെയും ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. നിയമസഭാ സമ്മേളനം വരാനിരിക്കുകയാണ്. അപ്പോൾ ഗവർണർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ ആഗ്രഹിക്കുന്നു. ഗവർണർ എല്ലാ കാര്യങ്ങളിലും സർക്കാരിന് വഴിമുടക്കിയായി നിൽക്കുന്നത് പോലെ ഈ കാര്യത്തിലും അതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് ഇത് ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണ്. അപ്പോൾ ഈ ഒത്തുകളി നാടകം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം പുറം ചൊറിഞ്ഞ് കളിക്കുന്ന ആ ഒരു സമീപനത്തിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാം എന്ന് ആഗ്രഹിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഈ കാര്യത്തിൽ ജില്ലയിലെ ഇടതുപക്ഷ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന ഈ ജനവിരുദ്ധ നിലപാടുകൾ പിൻവലിക്കണം. ജനങ്ങളോട് മാപ്പ് പറയുകയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ നേതൃത്വം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടേണ്ടത്. ഞാൻ പറയുന്നു, ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാണ്, അല്ലെങ്കിൽ UDFന്റെ ജനപ്രതിനിധിയാണ്. UDF ഗവർണർക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള നടപടികളെ സംബന്ധിച്ചൊന്നും ആർക്കും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗവർണർക്കെതിരെ ശക്തമായ നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ നിലപാട് തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഇടതുപക്ഷം എടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ പ്രശ്നം, ഞാൻ ചോദിക്കട്ടെ, ആ പരിപാടി നടത്തുന്നതിന്റെ പേരിൽ വ്യാപാരി വ്യവസായികളുടെ ആ പരിപാടി നടത്തുന്നതുകൊണ്ടാണല്ലോ ഇവർ ഹർത്താൽ നടത്തുന്നത്. ഇപ്പൊ ഇവർ രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് എന്തിനാണ്? ആളുകൾ എന്തിനാണ് ഇവിടെ വീണ്ടും ഹർത്താൽ നടത്തുന്നത്? ഒരേ ദിവസം തന്നെ 2 സമരം നടത്തുന്നതിന്റെ ആ ഒരു യുക്തി എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ അത്രമാത്രം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ ഒറ്റപ്പെടുത്താനും അവരെ ചേരിതിരിഞ്ഞ് ആക്രമിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഹർത്താൽ പ്രഖ്യാപനത്തിലൂടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ എന്റെ നിലപാട് വ്യക്തമാക്കിയത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു അനിഷ്ട സംഭവം എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇടപെടും. ഇപ്പൊ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇടപെടാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. ആ രീതിയിൽ ഞാനത് മുന്നോട്ട് പോകും. നിയമപരമായും അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഇവർ കാണിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ ഇരട്ടത്താപ്പിനെതിരെ ശക്തമായ പ്രതികരണം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സ്വീകരിക്കുമെന്നുള്ളതാണ്.